എല്ലാ വിശ്വാസി സമൂഹത്തിനും നമസ്കാരം. ഇന്ന് നമ്മൾ ഗലാത്യയുടെ പുസ്തകം ആറാം അധ്യായം 9-10 വാക്യങ്ങൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. നന്മ ചെയ്യുകയാൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. ഗലാത്യയുടെ പുസ്തകം നമ്മുടെ 6-ാം അധ്യായം 9-10 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. അതായത് നന്മ ചെയ്യുകയാൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോളെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്. അതായത് നമ്മൾ നന്മ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ പുറമോട്ട് മാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു വിശ്വാസികളാകുമ്പോൾ പല സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ഷീണിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് നിരാശപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചില വിഷമത്തിലായി നമ്മളെ തന്നെ വളരെ ക്ഷീണിക്കുന്ന അവസ്ഥയിൽ നമുക്ക് തോന്നും. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഇതാണ്: നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കല്ല്, നേരെ മറിച്ചോ നമ്മൾ നന്മ ചെയ്യുന്ന കാര്യത്തിൽ ധൈര്യപൂർവ്വം നിന്നുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു വശം പറയുന്നത്, അതായത് ശരിയായ സമയം വരുമ്പോൾ നമ്മുടെ കൃഷി പാടത്തിലെ നെല്ലുകൾ കൊയ്തെടുക്കുന്ന സമയം വരുമ്പോൾ, ശരിയായ സമയം വരുമ്പോൾ അത് കൊയ്തെടുക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യർക്ക് എല്ലാവർക്കും ദൈവം ഒരു നിശ്ചിത സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ നമുക്ക് കിട്ടേണ്ട പ്രതിഫലം നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്തെ ദൈവം അതിനുവേണ്ടി നമുക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും നമ്മൾ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടാനായിട്ട് നമ്മൾ വളരെയധികം ആകാംക്ഷയോടുകൂടിയിരിക്കും. പക്ഷേ ദൈവം പറയുന്നത് എന്താ? ആ ഉചിതമായ സമയം വരുമ്പോൾ മാത്രമേ ജീവിതത്തിൽ നമുക്ക് അതിന് പ്രതിഫലം കിട്ടത്തുള്ളൂ. അത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവനുള്ള സമയത്തായിരിക്കും. ഒരു പക്ഷെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇറ്റർണൽ ലൈഫിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഉദാഹരണമായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, നമുക്ക് നമ്മുടെ കലീശയിൽ ചർച്ചുകളിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സേവനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ചെയ്യുന്ന കാര്യത്തിൻ്റെ പ്രതിഫലം നമുക്ക് ഉടനെ തന്നെ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കത് നിരാശ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഇതാണ്: അതായത് നമ്മുടെ പ്രതിഫലം നമ്മൾ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഉചിത സമയത്ത് നമുക്ക് പ്രതിഫലം തരും. ഇത് നമ്മൾ ഇതാണ് യഥാർത്ഥ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു കലീശയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കലീശയുടെ യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവരായിട്ടുള്ളവർക്ക് നമുക്കത് പ്രതിഫലം നമുക്ക് തരുന്ന, അത് പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുന്ന അതാണ് യഥാർത്ഥ നമ്മുടെ താഴ്മയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവസരം കിട്ടുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് കാര്യങ്ങൾ ചെറുതായിരിക്കും വലുതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചർച്ചസിലായാലും നമ്മുടെ മറ്റ് പ്രസ്ഥാനങ്ങളിലായാലും നമ്മൾ പല ജോലികളും ചെയ്യും. അത് നമുക്ക് അവസരം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ചെറിയതും വലുതും നോക്കാതെ നമ്മൾ ആ സേവനം ചെയ്യും. അത് ദൈവത്തിൻ്റെ വേലയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവം നമ്മൾക്ക് അനുഗ്രഹം തരത്തുള്ളൂ. എല്ലാവർക്കും വേണ്ടി നമ്മൾ പരോപകാരം ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്യുക. അത് ആ സമയത്ത് നമ്മൾ ഇന്നാരാണ്, ഇന്ന ജാതിയാണ്, ഇന്ന മതമാണെന്ന് നമ്മൾ നോക്കല്ല. അത് നമ്മുടെ അയലോക്കക്കാരായിരിക്കും, വേറെ ജാതിയായിരിക്കും, വേറെ മതമായിരിക്കും. പക്ഷേ നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തത് നമുക്ക് അവിടെ അപ്പോസ്തലൻ പറയുന്ന ഇതാ 10-ാം വാക്യത്തിൽ: വിശേഷാൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ആദ്യം നമുക്ക് അവർക്ക് സേവനം ചെയ്യണത്. അതായത് നമ്മുടെ കലീശയിൽ ഉള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ വിശ്വാസികൾക്ക് ആദ്യം നമ്മൾ സേവനം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയാണ്. അതാണ് നമ്മളെ പൗലോസ് അപ്പോസ്തലൻ ഈ പഠിപ്പിക്കുന്നത്. വിശ്വാസം
ഉള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസമുള്ള കുടുംബമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നമ്മുടെ ചർച്ചിൻ്റെ, നമ്മുടെ കലീശയുടെ ആൾക്കാരെയാണ് നമ്മൾ വിശ്വാസികളായിട്ടുള്ള സമൂഹം എന്ന് നമ്മൾ പറയപ്പെടുന്നത്. അവർക്ക് ചെയ്യേണ്ട ഉപകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മൾ ഈ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആത്മീയപരമായിട്ട് നമ്മുടെ കലീശയിലുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പല സമയത്തും നമ്മുടെ കലീശയിൽ അസുഖക്കാർ രോഗികളായിട്ടുള്ളവരുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ആവശ്യമാണ്. നമ്മുടെ സമൂഹപരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കലീശയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, ഈ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരുടെ പുസ്തകത്തിൽ എഴുതിയതനുസരിച്ച് നമുക്കത് ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുകയും ചെയ്യും. ദൈവം നമുക്ക് ഉചിത സമയത്ത് നമുക്ക് കിട്ടേണ്ട നമുക്ക് പ്രതിഫലം നമുക്ക് തരികയും ചെയ്യും. അത് നമ്മൾ ഒരു പക്ഷേ ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റർണൽ ലൈഫിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴായാലും നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. ആ പ്രതിഫലത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുക്കപ്പെട്ടവരായി തീരാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കലീശയിൽ നമ്മൾ ചെറുതും വലുതും വർക്ക് നോക്കാതെ എല്ലാ രീതിയിലുള്ള വർക്കുകളും ചെയ്ത് അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് ടു ഓൾ.